അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 5ാമത്തെ പാഠം ഫഅ്തു ബി സൂറത്തിൻ മിസ്ലിഹി എന്ന പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ച് അതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. ഫഅ്തു നിങ്ങൾ കൊണ്ടുവരിക, ബി സൂറത്തിൻ മിസ്ലിഹി അതിനോട് തുല്യമായ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. പരിശുദ്ധ ഖുർആന് ശത്രുക്കളെ വെല്ലുവിളിച്ചതാണ്, ഖുർആൻ മുഅ്ജിസത്താണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം ആരംഭിച്ചപ്പോൾ ശത്രുക്കൾ യോഗം ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം രഹസ്യമായിട്ടാണല്ലോ പ്രബോധനം നടത്തിയത്. അതിനുശേഷം പരസ്യമായിട്ട് എന്ത് പ്രബോധനം ചെയ്തു. ആ പരസ്യ പ്രബോധനം ചെയ്തപ്പോൾ ശത്രുക്കൾ യോഗം ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. നബിതങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ജനങ്ങളോട് പറയുക? ശത്രുക്കൾ മെയിനായിട്ട് ആലോചിക്കുന്ന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്ത് പറയും ജനങ്ങളോട്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നബി തങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുണ്ടാക്കണം. അതിനു വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്, യോഗം ചേർന്നത്. ഒരു ജ്യോത്സ്യനാണെന്ന് പറയാം. അപ്പോൾ ചിലർ പറഞ്ഞു ഒരു ജ്യോത്സ്യനാണെന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? ഒരു ജ്യോത്സ്യനാണ് എന്ന് പറയാമെന്നൊരു വിഭാഗം പറഞ്ഞു. ഈ ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? കണക്ക് നോക്കിയോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെയോ ഗ്രഹങ്ങളുടെയോ ഒക്കെ സഞ്ചാരഗതി അനുസരിച്ച് ആസ്പദമാക്കിയിട്ട് ഭാവി നിർണ്ണയിക്കുന്ന ആളുകളാണ്. ഈ നക്ഷത്രം അങ്ങോട്ട് പോയാൽ ഇന്ന സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ന ഗ്രഹം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കും, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കണക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്ന ആളുകളാണ് ആര്? ജ്യോത്സ്യന്മാരെന്ന് പറയുന്നത്. ആ ജ്യോത്സ്യനാണ് എന്ന് പറയാം നബി തങ്ങളെ പറ്റിയിട്ട് എന്ന് ശത്രുക്കൾ ഒരു വിഭാഗം പറഞ്ഞു. ഇത് കേട്ട വലീദ് പറഞ്ഞു, പറ്റില്ല, അള്ളാഹുവാണ് സത്യം, ജ്യോത്സ്യനല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരല്ല? ജ്യോത്സ്യനല്ല. ജ്യോത്സ്യന്മാരെ നാം കണ്ടിട്ടുണ്ട്. ജ്യോത്സ്യന്മാരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട് എന്ന് ആര് പറയാണ്? വലീദ് പറയാണ്. ജ്യോത്സ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുഹമ്മദിൻ്റെ വാക്കുകൾ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ എന്തല്ല? ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളല്ല. അപ്പോൾ മറ്റു ചിലർ പറഞ്ഞു, നമുക്ക് ഭ്രാന്തൻ എന്ന് പറയാം. നബി തങ്ങളെക്കുറിച്ച് എന്തെന്ന് പറയാം? ഭ്രാന്തനാണ് എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ വലീദ് പറയാണ്, ഭ്രാന്തനല്ല. നബി തങ്ങൾ ആരല്ല? ഭ്രാന്തനല്ല. ഭ്രാന്തന്മാരെ നമുക്കറിയാം. അവരുടെ ഭ്രാന്തമായ സംസാരങ്ങളോ ചേഷ്ടകളോ ബാധകളോ മുഹമ്മദിനില്ലല്ലോ. എന്താ പറഞ്ഞത്? ഭ്രാന്തനാണെന്ന് പറഞ്ഞപ്പോൾ വലീദ് പറയാണ്, ഭ്രാന്തനല്ല, ഭ്രാന്തനെ നമുക്കറിയാം, ഭ്രാന്തന്മാരെ നമുക്കറിയാം. അവരുടെ ഭ്രാന്തമായ സംസാരങ്ങൾ, ഭ്രാന്തന്മാർക്ക് ഉണ്ടാകുന്ന ഒരു അഡ്രസ്സില്ലാത്ത സംസാരങ്ങളായിരിക്കുമല്ലോ, അങ്ങനത്തെ ഒരു സംസാരം ആരിൽ കാണുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെ ചേഷ്ടകളോ, എന്താ ചേഷ്ട പറഞ്ഞാൽ ഏതെങ്കിലും അവയവങ്ങളെ കൊണ്ടുള്ള അനക്കം വാങ്ങി. ഭ്രാന്തന്മാരൊക്കെ ആകുമ്പോൾ അവർക്കുണ്ടാവില്ല കൈകൊണ്ടും അല്ലെങ്കിൽ തലയിലും കല്ലും കാലായിട്ടൊക്കെ ഓരോ ആംഗ്യം കാണിക്കൽ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നബിതങ്ങളിൽ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് നബിതങ്ങൾ ആരല്ല? ഭ്രാന്തനല്ല എന്ന് വലീദ് പറഞ്ഞു. എങ്കിലൊരു കവിയാണെന്ന് പറയാം. ഒരു വിഭാഗം പറയുകയാണ്. അപ്പോൾ എന്നാൽ നമുക്ക് എന്ത് പറയാം? കവിയാണ് എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ വലീദ് പറഞ്ഞു, കവിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരല്ല? കവിയല്ല. അപ്പോൾ വേറൊരു വിഭാഗം പറയുകയാണ്, എങ്കിൽ മാരണക്കാരനാണെന്ന് പറയാം. നമുക്കെന്ത് പറയാം? മാരണക്കാരനാണെന്ന്, സിഹിർ ചെയ്യുന്ന ആളാണെന്ന് പറയാമെന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞു. വലീദ് പ്രതിവചിച്ചു, മാരണക്കാരനല്ല, നിങ്ങൾ പറയുന്നത് പോലെ മാരണക്കാരനല്ല, സിഹിർ ചെയ്യുന്നവരല്ല. കാരണം എന്താ? മാരണക്കാരെ നാം കണ്ടിട്ടുണ്ട്. അവരുടെ കെട്ടുകളോ ഊത്തുകളോ മുഹമ്മദ് പ്രയോഗിക്കുന്നില്ല. അവരുടെ കെട്ടുകളോ ചരലിലൊക്കെ കെട്ടിക്കാണ്ടുള്ള ഈ സിഹിറിൻ്റെ ഒക്കെ സംഗതികളൊക്കെ ചെയ്യൽ. അപ്പോൾ അതുപോലുള്ള കെട്ടുകളൊന്നും കണ്ടിട്ട്, അതുപോലെ തന്നെ ഊത്തുകളോ മന്ത്രങ്ങൾ ജപിച്ചു കാണ്ടുള്ള ആ പരിപാടിയൊന്നും ആരിൽ കാണുന്നില്ല? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കാണുന്നില്ല. അതുകൊണ്ട് മുഹമ്മദ് ആരല്ല? മാരണക്കാരനല്ല, സിഹിർ ചെയ്യുന്നവനല്ല എന്നും വലീദ് പറഞ്ഞു. അവർ ചോദിച്ചു, പിന്നെ എന്താണ് നിങ്ങളുടെ നിർദ്ദേശം? അപ്പോൾ ശത്രുക്കൾ എല്ലാവരും കൂടെ കൂടിയിരുന്നവരൊക്കെ ഇവിടെ വലീദിനോട് ചോദിക്കുകയാണ്, എന്നാൽ നിങ്ങൾ പറയും, നിങ്ങളുടെ നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആ വചനങ്ങൾക്ക് വല്ലാത്ത മാധുര്യവും ചാതുര്യവുമുണ്ട്. ഏത് വചനങ്ങൾക്ക്? പരിശുദ്ധ ഖുർആന് വല്ലാത്ത മാധുര്യം, നല്ല മധുരമുള്ള ഈണമുള്ളതാണ്, നല്ല ചാതുര്യവുമുണ്ട്, നല്ല അഴകുള്ളതാണ് ഇത് ആ പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ അടിഭാഗം ഫലപുഷ്ടവും മുകൾ ഭാഗം കായ്ക്കനികൾ നിറഞ്ഞതുമാണ്. അതിൻ്റെ അടിഭാഗം എന്താണ്? അതിൻ്റെ അടിഭാഗം ഫലപുഷ്ടവും മുകൾ ഭാഗം കായ്കനികൾ നിറഞ്ഞതുമാണ്. എന്താണ്? എന്താ?
ഒരു പ്രതിസന്ധി ഘട്ടത്തിലും വീഴാത്ത ഈത്തപ്പഴം നിറഞ്ഞ ഈത്തപ്പന പോലെയാണ്. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും നല്ലോണം ഈത്തപ്പഴമുള്ള ഒരു മരം, അതിൽ നല്ല ഈത്തപ്പഴങ്ങളുണ്ട്. എന്ത് പ്രതിസന്ധി, എത്ര വലിയ കാറ്റ്, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും വീഴാത്ത ഈത്തപ്പഴം പോലെ, ഈത്തപ്പന മരം പോലെയാണ് ഏത് പരിശുദ്ധ ഖുർആൻ. എന്ത് വന്നാലും അതിനെന്ത് ചെയ്യുകയില്ല, അത് ബാധിക്കുകയില്ല എന്നാണ് അവിടുന്ന് വലീദ് പറയുന്നത്. അപ്പോൾ അത് മികച്ചു നിൽക്കും. അതിനെ അതിജയിക്കാൻ മറ്റൊന്നിനും കഴിയില്ല. പരിശുദ്ധ ഖുർആനെ അതിജയിക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്ന് വലീദ് പറയാണ്. തീർച്ച അതിൻ്റെ കീഴിലുള്ളതിനെയെല്ലാം അത് ചവിട്ടിയരക്കും. അതിൻ്റെ കീഴിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യും, അതിനെ ചവിട്ടിയരക്കും. നിങ്ങൾ മുഹമ്മദിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് നിരർത്ഥകമാണെന്ന് തെളിയും. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് നിരർത്ഥകമാണ്, ഒരു അർത്ഥമില്ലാത്ത വെറുതെ എന്തോ പായ വർത്താനങ്ങളാണ് ആ പറയുന്നത് എന്നെന്ത് ചെയ്യും, തെളിയും എന്ന് വലീദ് പറഞ്ഞു. എന്നിട്ട് വലീദ് അവർക്കൊരു ഓപ്ഷൻ വെച്ചു കൊടുക്കുകയാണ്. എന്താണത്? പിതാവിനും മക്കൾക്കുമിടയിലും ജ്യേഷ്ഠനും അനുജനുമിടയിലും പിളർപ്പുണ്ടാക്കുവാൻ വന്ന ജാലവിദ്യക്കാരനാണെന്ന് പറയുന്നതാണ് തൽക്കാലം നല്ലത്. വലീദ് പറഞ്ഞു കൊടുക്കുകയാണ്, പിതാവിനും മക്കൾക്കുമിടയിൽ, മാതാപിതാക്കൾക്കിടയിൽ, പിതാവിനും മക്കൾക്കുമിടയിൽ, പിന്നെ ഉപ്പക്കും മക്കൾക്കുമിടയിൽ, അതുപോലെ തന്നെ ജ്യേഷ്ഠനും അനുജനുമിടയിൽ പിളർപ്പുണ്ടാക്കുവാൻ വന്ന ജാലവിദ്യക്കാരനാണെന്ന് പറയുന്നതാണ് നല്ലത് എന്ന് വലീദ് പറഞ്ഞു കൊടുത്തത്. ജനങ്ങൾ ഇത് അംഗീകരിച്ച് പ്രചാരണം തുടങ്ങി. ജനങ്ങൾ എന്ത് ചെയ്തു, വലീദിൻ്റെ ആ സംസാരം കേട്ട് എന്ത് ചെയ്തു, അവരത് അംഗീകരിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നെ പിതാവിനും മക്കൾക്കുമിടയിലും ജ്യേഷ്ഠനും അനുജനുമിടയിലും പിളർപ്പുണ്ടാക്കാൻ വന്ന ജാലവിദ്യക്കാരനാണ് എന്ന ചർച്ച അവരെന്ത് ചെയ്തു, പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്ന കാര്യം അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഉത്ബത്ത് റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുനയിപ്പിക്കാൻ ചെന്നതായിരുന്നു. നബി തങ്ങളെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിന്മാറണമല്ലോ, അതിനു വേണ്ടി ഉത്ബത്ത് റബീഅ ചെന്നു. എന്നിട്ട് എന്താ പറയുന്നത്? സമ്പത്തോ നേതൃത്വമോ സ്ത്രീയെയോ എന്തു വേണമെങ്കിലും നൽകാം, രോഗമാണെങ്കിൽ ചികിത്സിക്കാം എന്നീ നിർദ്ദേശങ്ങളുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫുസ്സിലത്തിലെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കൊടുത്തു. എന്താ ഉത്ബത്ത് ബിൻ റബീഅ ചെന്നിട്ട് പറയുന്നത്? നിനക്ക് സമ്പത്ത് വേണോ, ഞങ്ങൾ എത്ര വേണമെങ്കിലും തരാം. ഈ ദൗത്യം എന്ത് ചെയ്യണം, ഈ പ്രബോധനം എന്ത് ചെയ്യണം, നിർത്തിവെക്കണം. അല്ലെങ്കിൽ നേതൃത്വമാണോ നിനക്ക് ആഗ്രഹം, നിന്നെ എത്ര വലിയ നേതാവും ഞങ്ങളാക്കാം. അതല്ല നിനക്ക് സ്ത്രീയെയാണോ വേണ്ടത്, എന്നാൽ സ്ത്രീകളെ നൽകാം. എന്ത് വേണമെങ്കിലും നൽകാം. ഈ പ്രവർത്തനം എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിവെക്കണം. അതാണ് ഉത്ബത്തിൻ്റെ അനുനയ ചർച്ച നടക്കുന്നത്. ഇനി രോഗമാണെങ്കിലോ നമുക്ക് ചികിത്സിക്കാം, രോഗം മൂലമാണ് ഈ പറയുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചികിത്സിക്കാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഫുസ്സിലത്തിലെ ആദ്യ ആയത്തുകൾ എന്ത് ചെയ്യാണ്, വലീദിന് ഉത്ബത്ത് ബിൻ റബീഅക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കൊടുക്കുകയാണ്. എന്താണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണ ചൊരിയുന്നവനുമായവൻ്റെ പക്കൽ നിന്നും അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ പരിശുദ്ധ ഖുർആൻ. കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ. കിതാബുൻ ഫുസ്സിലത് ആയാതുഹു, ആയത്തുകൾ വിശദീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണിത്. ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ, മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണിത് പരിശുദ്ധ ഖുർആൻ. ബശീറൻ വനദീറൻ ഫഅറള അക്തറുഹും ഫഹും ലാ യസ്മഊൻ. ബശീറൻ വനദീറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നതും താക്കീത് നൽകുന്നതുമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഫഅറള അക്തറുഹും ഫഹും ലാ യസ്മഊൻ, എന്നാൽ അവരിൽ അധിക പേരും തിരിഞ്ഞു കളഞ്ഞു. പരിശുദ്ധ ഖുർആനെ തൊട്ട് എന്ത് ചെയ്തു, തിരിഞ്ഞു കളഞ്ഞു. വഖാലു ഖുലൂബുനാ ഫീ അകിന്നതിൻ മിമ്മാ തദ്ഉനാ ഇലൈഹി വഫീ ആദാനിനാ വഖറുൻ വമിൻ ബൈനിനാ വബൈനിക ഹിജാബുൻ ഫഅമൽ ഇന്നനാ ആമിലൂൻ. വഖാലു ഖുലൂബുനാ ഫീ അകിന്നത്തിൻ മിമ്മാ തദ്ഉന ഇലൈഹി. എന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, നീ ഞങ്ങളെ എന്തൊന്നിലേക്ക് വിളിക്കുന്നുവോ അത് മനസ്സിലാക്കാനാവാത്ത വിധം ഞങ്ങളുടെ ഹൃദയങ്ങൾ
മൂടികൾക്കുള്ളിലായിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്തായിട്ടുണ്ട്? മൂടികൾക്കുള്ളിലായിട്ടുണ്ട്. വഫീ ആദാനിന വഖറുൻ, ഞങ്ങളുടെ കാതുകൾക്ക് ബധിരതയുമാകുന്നു, ഞങ്ങളുടെ കാതുകൾക്ക് ബധിരതയുമാകുന്നു. വമിൻ ബൈനിന വബൈനിക ഹിജാബുൻ, ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു മറയുണ്ട്. ഫഅമൽ, അതിനാൽ നീ പ്രവർത്തിച്ചു കൊള്ളുക. ഇന്നനാ ആമിലൂൻ, തീർച്ചയായും ഞങ്ങളും പ്രവർത്തിക്കുന്നവരാകുന്നു എന്നീ അടങ്ങുന്ന സൂറത്ത് ആയത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ബത്ത് ബിൻ റബീഅയുടെ മുമ്പിൽ എന്ത് ചെയ്തത്? ഓതി കൊടുത്തത്. അപ്പോൾ നബി തങ്ങളെ അനുനയിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സമ്പത്ത് വേണമെങ്കിൽ നൽകാം, നേതൃത്വമാണെങ്കിൽ നൽകാം, സ്ത്രീയാണ് ആവശ്യമെങ്കിൽ, അതിൽ രോഗമാണെങ്കിൽ എന്ത് ചെയ്യുക? ചികിത്സിക്കാം. ഇങ്ങനെ എന്താണോ നിനക്ക് ആവശ്യമെങ്കിൽ അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉത്ബത്ത് അനുനയ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഫുസ്സിലത്തിലെ ഈ ആദ്യത്തെ ആയത്തുകൾ എന്ത് ചെയ്യുന്നത്? ഓതി കൊടുക്കുന്നത്. ഉത്ബത്ത് അത് ശ്രദ്ധിച്ച് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കൊടുത്ത് എന്ത് ചെയ്തു? ശ്രദ്ധിച്ച് കേട്ടു. ശേഷം ഖുറൈശികൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ പ്രസ്താവിച്ചു. ഖുറൈശികളുടെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യാണ്? പറയാണ്, ഞാൻ ഒരു വചനം കേട്ടു, അതിന് തുല്യമായ ഒരു വചനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒരു വചനം ഇന്ന് ഞാൻ എന്ത് ചെയ്തു? കേട്ടിട്ടു. അതുപോലുള്ള അതിന് തുല്യമായത് ഞാനൊന്നും ചെയ്തില്ല, ഇതുവരെ കേട്ടിട്ടില്ല. അല്ലാഹുവാണ് സത്യം, ഇത് കവിതയല്ല, ഇത് മാരണമല്ല, ഇത് ജ്യോത്സ്യമല്ല. മുമ്പ് ഒരു തീരുമാനിച്ച ആൾ അതിന് ഓരോന്നും പറയാണ്. ഉത്ബത്ത് ബിൻ റബീഅ പറയാണ്, ഇത് കവിതയല്ല, മാരണമല്ല, ഇത് ജ്യോത്സ്യവുമല്ല. ഖുറൈശി സമൂഹമേ, എന്നെ അനുസരിക്കൂ. ഉത്ബത്ത് ബിൻ റബീഅ പറയാണ്, നിങ്ങൾ എന്നെ അനുസരിക്കൂ. ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ വാദത്തെയും വെറുതെ വിടൂ. ആ മനുഷ്യൻ്റെ പണിയെടുത്തോട്ടെ, അദ്ദേഹത്തിൻ്റെ വാദങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യൂ? വെറുതെ വിടൂ. അല്ലാഹുവാണ് സത്യം, ഞാൻ കേട്ട ഈ വചനത്തിന് മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട്. ഞാൻ കേട്ട ഈ വചനത്തിന് എന്തുണ്ട്? മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട് എന്ന് ആര് പറയാണ്? ഉത്ബത്ത് ബിൻ റബീഅ പറയാണ്. വൃത്താന്തമുണ്ട് കാരണം എന്താ? ചരിത്രവും നല്ലൊരു ചരിത്രവും വാർത്തയൊക്കെ ഉണ്ട് എന്ന് ഉത്ബത്ത് ബിൻ റബീഅ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു. ഞാൻ കേട്ട ഈ വചനത്തിന് മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട്. അറേബ്യ അവൻ്റെ ആ വചനങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മതി. അറേബ്യ ഇവിടെയുള്ള ഈ മുശ്രിക്കുകളാകുന്ന ശത്രുക്കളാകുന്ന ഇവരെല്ലാവരും ഇത് അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് മതി? അത് മതി. മറ്റൊന്നിൻ്റെ ആവശ്യമില്ല, വേറെ ഒന്നിൻ്റെ ആവശ്യം എന്തില്ല? അവിടെയില്ല. അതല്ല, അവൻ അറേബ്യയിൽ അതിജയിക്കുകയാണെങ്കിൽ അവൻ്റെ അധികാരമായിരിക്കും നിങ്ങളുടെ അധികാരം. അവനെങ്ങാനും അതിജയിക്കുകയാണെങ്കിൽ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അവൻ്റെ അധികാരമായിരിക്കും നിങ്ങളുടെയും അധികാരം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിലായിരിക്കും നിങ്ങൾ. അവൻ്റെ അന്തസ്സായിരിക്കും നിങ്ങളുടെ അന്തസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്തസ്സായിരിക്കും ഏത്? നിങ്ങളുടെ അന്തസ്സും. നബി തങ്ങളുടെ ലേബലിലായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയപ്പെടുന്നത്. നിങ്ങൾ അവൻ മുഖേന ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യവാന്മാരായിത്തീരും. അവനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരും നിങ്ങളായിരിക്കും എന്ന് ഉത്ബത്ത് ബിൻ റബീഅ പറഞ്ഞു. അപ്പോൾ അവർ പറയാണ്, ആര്? ആ ശത്രുക്കളെല്ലാവരും കൂടിയിട്ട് പറയാണ്, അബുൽ വലീദ് അവൻ്റെ നാവ് കൊണ്ട് നിന്നെ സിഹിർ ചെയ്തിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? സിഹിർ ചെയ്തിരിക്കുന്നു എന്ന് ശത്രുക്കൾ അവനോട് പറഞ്ഞു. അവനോട് പറഞ്ഞപ്പോൾ ഉത്ബത്ത് പറയാണ്, ഉത്ബത്ത് ബിൻ റബീഅ പറയാണ്, അവനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണിത്, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് ചെയ്യാം. ഉത്ബത്ത് ബിൻ റബീഅ എന്താ പറഞ്ഞത്? സൂറത്തുൽ ഫുസ്സിലത്തിൽ ആ ആയത്തുകൾ ഇങ്ങനെ കേട്ടിട്ട് അതിൽ നിന്നും മനസ്സിലായി. നല്ല സാഹിത്യകാരനാണ് ആര്? ഉത്ബത്ത് ബിൻ റബീഅ. ആ ഉത്ബത്ത് ബിൻ റബീഅയാണ് വന്നിട്ട് ഇവരോട് പറഞ്ഞത്. അപ്പോൾ അവരുടെ മറുപടി കേട്ടപ്പോൾ ഉത്ബത്ത് ബിൻ റബീഅ പറയാണ്, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് എന്നെന്ത് ചെയ്തു? ഉത്ബത്ത് ബിൻ റബീഅ ആരോട് പറഞ്ഞു? ആ ശത്രുക്കളോടും മുശ്രിക്കുകളോടും എന്ത് ചെയ്തു? പറഞ്ഞു. അതെ, ഖുർആൻ കവിതയല്ല, മാരണമല്ല, ഭാവനാവിലാസങ്ങളല്ല, ജ്യോത്സ്യവചനമല്ല, മിഥ്യാഭ്രമമല്ല, പൈശാചിക വെളിപ്പാടുകളല്ല, കോപ്പിയടിച്ചതല്ല, സ്വയംകൃതമല്ല, പ്രത്യുത അള്ളാഹുവിൻ്റെ വചനമാകുന്നു. പരിശുദ്ധ ഖുർആൻ ആരുടെ വചനമാണ്? അള്ളാഹുവിൻ്റെ വചനമാണ്. എന്താ പറഞ്ഞത്? അതേ, ഖുർആൻ കവിതയല്ല. ഖുർആൻ എന്തല്ല? കവിതയല്ല, മാരണമല്ല, സിഹിറുമല്ല, ഭാവനാവിലാസങ്ങളല്ല, എന്നാ തോന്നലുകളല്ല ഏത് ഖുർആൻ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ എന്താ? ജ്യോത്സ്യ വചനമല്ല. ജ്യോത്സ്യന്മാർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ജ്യോത്സ്യ വചനമല്ല,
മിഥ്യാഭ്രമമല്ല. എന്താ ഭ്രമം എന്ന് പറഞ്ഞാൽ തെറ്റായ വിചാരങ്ങളല്ല. അതുപോലെ തന്നെ പൈശാചിക വെളിപാടുകളല്ല. ഏത്? പരിശുദ്ധ ഖുർആൻ കോപ്പി അടിച്ചതല്ല, സ്വയംകൃതമല്ല. എന്താ സ്വയംകൃതമല്ല എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടായതല്ല, പ്രത്യുത അള്ളാഹുവിൻ്റെ വചനമാകുന്നു പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം, സത്യസമ്പൂർണമായ ഖുർആൻ സാക്ഷി. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും അങ്ങ് മുർസലികളിൽപ്പെട്ടവരാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, നേർമാർഗത്തിലുമാണ്. തൻസീലൽ അസീസിർ റഹീം, ഈ ഖുർആൻ പ്രതാപിയും കാരുണ്യവാനുമായ അള്ളാഹു അവതരിപ്പിച്ചതുമാണ്. പരിശുദ്ധ ഖുർആനിൽ കൂടെ തന്നെ പറയാണ്, ഈ ഖുർആൻ ആരവതരിപ്പിച്ചതാണ്? പ്രതാപിയും കാരുണ്യവാനുമായ അള്ളാഹു അവതരിപ്പിച്ചതാണ്. തുടർന്ന് ഖുർആനിൽ സംശയമുണ്ടെങ്കിൽ അതിലെ ഒരു സൂറത്തിന് തുല്യമായത് കൊണ്ടുവരാൻ അള്ളാഹു തആല വെല്ലുവിളിച്ചു. ഖുർആനിൽ ആർക്കെങ്കിലും ഇത് അള്ളാഹുവിൽ നിന്ന് ഇറക്കിയതാണ്, അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളാണ് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഖുർആനോട് തുല്യമായത്, ഖുർആനിന് സംശയമുണ്ടെങ്കിൽ അതിൽ ഒരു സൂറത്തിന് തുല്യമായത്, ഖുർആന് തുല്യമായത് കൊണ്ടുവരാനല്ല പറഞ്ഞത്, അതിൽ ഒരു സൂറത്തിന് തുല്യമായത് കൊണ്ടുവരാൻ എന്ത് ചെയ്തു? ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിയാണ് അടിയിൽ കാണുന്നത്. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَىٰ عَبْدِنَا فَأْتُوا بِسُورَةٍ مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَىٰ عَبْدِنَا, നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയാലുക്കളാണെങ്കിൽ, എന്നാൽ വിശുദ്ധ ഖുർആനെ കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, അതിൻ്റേതുപോലെയുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. വദഉ ശുഹദാക്കും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സാക്ഷികളെയും വിളിച്ചുകൊള്ളുക. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. പിന്നെ അടുത്ത ആയത്ത്, فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. فإن لم تفعلوا, നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, വലൻ തഫ്അലു, നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല. നിങ്ങൾക്ക് അങ്ങനെ വെല്ലുവിളിച്ചല്ലോ അല്ലാഹു തആല ഒരു സൂറത്തിനോട് തുല്യമായത് കൊണ്ടുവരാം. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്ക് ഫഇല്ലം തഫ്അലു, നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വലൻ തഫ്അലു, നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ കഴിയുകയുമില്ല. ഇത്രയും കാലമായിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞോ? അന്നത്തെ കാലത്ത് ജീവിച്ചത് സാഹിത്യ തമ്പുരാക്ക് അറബി ഭാഷയുടെ അങ്ങേ അറ്റത്തിലെത്തിയവരായിരുന്നു. കാരണം പരിശുദ്ധ ഖുർആനിൽ തുടക്കത്തിൽ എന്തില്ല, അതിന് ഹർക്കത്തുകളോ പുള്ളികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രക്കും ആ രൂപത്തിൽ വരെ അവരെന്തിയിരുന്നു? ഖുർആൻ വായിച്ചിരുന്നു. പിന്നീടാണ് അതിന് പുള്ളികൾ വരുന്നത്. നമ്മൾ പറയുന്ന ബാഇനും താഇനൊക്കെ പുള്ളികൾ വരുന്നത് പിന്നെയാണ്. ഫതഹ് കസറൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ ആ ഫതഹും കസറും പുള്ളികളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ വായിച്ച അത്രക്കും സാഹിത്യ തമ്പുരാക്കന്മാരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അവർക്ക് തന്നെ കൊണ്ടുവരാൻ ഇതില്ല, കഴിഞ്ഞിട്ടില്ല. അതാ അല്ലാഹു തആല പറയുന്നത്, ഫഇല്ലം തഫ്അലു, നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, വലൻ തഫ്അലു, നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല, നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്ത് സൂക്ഷിച്ചുകൊള്ളുക. ഉഇദ്ദത്തിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് ഒരുക്കി വെക്കപ്പെട്ടതാണത്. ഏത്? ആ നരകം സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. ഈ വെല്ലുവിളിക്ക് മറുപടി പറയാൻ ആർക്കും കഴിഞ്ഞില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ ഈ വെല്ലുവിളിക്ക് മറുപടി പറയാൻ ചെയ്തിട്ടില്ല, ആർക്കും ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ പാഠത്തിൽ പറയുന്ന ദുആയാണ്, അല്ലാഹുമ്മ റഹംനി ബിൽ ഖുർആനി വജ്അൽഹു ലീ ഇമാമൻ വനൂറൻ വഹുദൻ വറഹ്മ. അർത്ഥം അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്തിനാണ്, എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഖുർആൻ കൊണ്ട് എനിക്ക് നീ കരുണ ചെയ്യണമേ. അല്ലാഹുമ്മ റഹംനി ബിൽ ഖുർആൻ, അല്ലാഹുവേ ഖുർആൻ കൊണ്ട് എനിക്ക് നീ കരുണ ചെയ്യണമേ. വജ്അൽഹു ലീ ഇമാമൻ വനൂറൻ വഹുദൻ വറഹ്മ,
അതിനെ എനിക്ക് നായകനും പ്രകാശവും സന്മാർഗവും കരുണയുമാക്കണമേ എന്നാണ് ഈ കൊടുത്ത ദുആഇൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് ഖുറാസത്ത് തദ്രീബിലെ തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തേത് നുബയ്യന് വ്യക്തമാക്കാനാണ്. ഒന്ന്, വലീദ് പറഞ്ഞു മുഹമ്മദ് ജ്യോത്സ്യനല്ല. കാരണം എന്താ കാരണം അങ്ങനെ പറയാൻ? വലീദ്, ജ്യോത്സ്യന്മാരെ നാം കണ്ടിട്ടുണ്ട്, മുഹമ്മദിൻ്റെ വാക്കുകൾ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളല്ല. അതാണ് പിന്നെ വലീദ് പറഞ്ഞത് അദ്ദേഹം ആരല്ല, ജ്യോത്സ്യനല്ല എന്ന് പറയാനുള്ള കാരണം. രണ്ട്, വലീദ് പറഞ്ഞു മുഹമ്മദ് ഭ്രാന്തനല്ല. എന്തുകൊണ്ടാണ് ഭ്രാന്തനല്ല എന്ന് പറഞ്ഞത്? ഭ്രാന്തന്മാരെ നമുക്കറിയാം, അവരുടെ ഭ്രാന്തമായ സംസാരങ്ങളോ ചേഷ്ടകളോ ബാധകളോ മുഹമ്മദിനില്ലല്ലോ എന്ന്. മൂന്നാമത്തേത്, വലീദ് പറഞ്ഞു മുഹമ്മദ് മാരണക്കാരനല്ല. കാരണം എന്ത്? മുഹമ്മദ് മാരണക്കാരനല്ല. അതിനെന്താ കാരണം? വലീദ് പറഞ്ഞത് മാരണക്കാരെ നാം കണ്ടിട്ടുണ്ട്, ഇവരുടെ കെട്ടുകളോ ഊത്തുകളോ മുഹമ്മദ് പ്രയോഗിക്കുന്നില്ല. അതാണ് കാരണം പറഞ്ഞത്. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വലീദും സംഘവും പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? ആൻസർ, പിതാവിനും മക്കൾക്കുമിടയിലും ജ്യേഷ്ഠനും അനുജനുമിടയിലും പിളർപ്പുണ്ടാക്കുവാൻ വന്ന ജാലവിദ്യക്കാരനാണെന്ന്. അതാണ് അവർ പ്രചരിപ്പിച്ചത്. ഇനി അടുത്തത് 5, എന്തു നിർദ്ദേശങ്ങളുമായാണ് ഉത്ബത്ത് ബിൻ റബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചത്? ആൻസർ, സമ്പത്തോ നേതൃത്വമോ സ്ത്രീയെയോ എന്ത് വേണമെങ്കിലും നൽകാം, രോഗമാണെങ്കിൽ ചികിത്സിക്കാം. അതാണ് ഉത്ബത്ത് നിർദ്ദേശിച്ചത്. ഇനി നുക്മിൽ പൂരിപ്പിക്കാനുള്ളതാണ്. 1, ഖുർആൻ വചനങ്ങൾക്ക് വല്ലാത്ത ഡാഷ് മാധുര്യമുണ്ട്, വല്ലാത്ത മാധുര്യവും ചാതുര്യവുമുണ്ട്. 2, ഖുർആനിൻ്റെ അടിഭാഗം ഡാഷ് മുകൾ ഭാഗം കായ്കനികൾ നിറഞ്ഞതുമാണ്. ഖുർആൻ്റെ അടിഭാഗം ഫലപുഷ്ടവും മുകൾ ഭാഗം കായ്കനികൾ നിറഞ്ഞതുമാണ്. 3, ഖുർആൻ മികച്ചു നിൽക്കും എന്നതിന് അതിനെ അതിജയിക്കാൻ മറ്റൊന്നിനും കഴിയില്ല. 4, ഖുർആനിൻ്റെ കീഴിലുള്ളതിനെ എല്ലാം അത് ചവിട്ടിയരക്കും. ഇനി അടുത്തത്, പിന്നീട് അവിടെ കൊടുത്തിട്ടുണ്ട് നക്തശിവു മിനൽ ഖുർആനി വ നഖ്റ, പരിശുദ്ധ ഖുർആനിൽ നിന്നും കണ്ടുകൊണ്ട് പാരായണം ചെയ്യാനുള്ളതാണ്. പിന്നെ ഒന്നാമത്തത് സൂറത്ത് ഫുസ്സിലത്തിലെ 1 മുതൽ 5 വരെയുള്ള ആയത്ത്, രണ്ടാമത്തെ സൂറത്ത് യാസീനിലെ 1 മുതൽ 5 വരെയുള്ള ആയത്ത്, പിന്നെ സൂറത്തുൽ ബഖറയിലെ 23, 24 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നോക്കി പാരായണം ചെയ്യാനുള്ളതാണ്. പിന്നീട് തഖ്സീസാണുള്ളത്. തഖ്സീസ്, ഉത്ബത്ത് ബിൻ റബിയ കേട്ട ഖുർആൻ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഇതാ, ഉത്ബത്ത് ബിൻ റബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുനയിപ്പിക്കാൻ ചെന്നതായിരുന്നു. സമ്പത്തോ നേതൃത്വമോ സ്ത്രീയെയോ എന്ത് വേണമെങ്കിലും നൽകാം, രോഗമാണെങ്കിൽ ചികിത്സിക്കാം എന്നീ നിർദ്ദേശങ്ങളുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി സമീപിച്ച അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫുസ്സിലത്തിലെ ആദ്യ സൂക്തങ്ങൾ എന്ത് ചെയ്തു? ഓതിക്കൊടുത്തു. ഉത്ബ അത് ശ്രദ്ധിച്ച് കേട്ടു. ശേഷം ഖുറൈശികൾക്കിടയിൽ ഇറങ്ങി വന്ന് ഇങ്ങനെ പ്രസ്താവിച്ചു, ഞാൻ ഒരു വചനം കേട്ടു, അതിന് തുല്യമായ ഒരു വചനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അല്ലാഹുവാണ് സത്യം, ഇത് കവിതയല്ല, ഇത് മാരണമല്ല, ഇത് ജ്യോത്സ്യമല്ല. ഖുറൈശി സമൂഹമേ, എന്നെ അനുസരിക്കോ, ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ വാദത്തെയും വെറുതെ വിടോ. അല്ലാഹുവാണ് സത്യം, ഞാൻ കേട്ട ഈ വചനത്തിന് മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതോടെ നമ്മുടെ പാഠത്തിൽ തദ്രീബാത്തും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിച്ചവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദിവസങ്ങളിൽ പതിവായി ഓതുന്ന സൂറത്തുകൾ സൂറത്ത് യാസീൻ, തബാറക, അർ-റഹ്മാൻ, ഇദാവക്ക സൂറത്ത്, സജദ് സൂറത്ത്, ഈ സൂറത്തുകളൊക്കെ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിച്ചവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഉസ്താദുമാരെയും എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.